പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വടകര സെന്റ് ബാങ്ക്സിലെ ബീച്ച് ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ്. എത്ര പേര് വടകരക്കാർ നമ്മളുടെ വീഡിയോ കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ വടകര സെന്റ് ബാങ്ക്സിൽ നടക്കുന്ന ബീച്ച് ഫെസ്റ്റിനെ പറ്റിയിട്ട്. എന്തായാലും ഈ വീഡിയോ വരുമ്പോഴത്തേക്കൊന്നും അത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഏതൊക്കെ ദിവസം മുതൽ എത്ര ദിവസം വരെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയതാണ്. നമ്മളുടെ സാൻവി മോക്കൊരു സ്റ്റുഡൻസ് പാസ് കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. അപ്പോൾ ഓക്ക് ടിക്കറ്റ് എടുക്കേണ്ട, ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാൻ കൂടുതൽ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഇന്ന് അനീഷാണില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ അച്ഛനും ഗംഗാപ്പനും ഉണ്ട് കൂടെ. അപ്പോൾ അവരിങ്ങ് ഉള്ളിലേക്ക് കയറിയില്ല. അവർ കുറച്ചു നേരം കടപ്പുറത്തിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ഞാനും അമ്മയും ലാലോട്ടനും ഭവീച്ചിയും വികിയും സാൻവിയും ബസ്സും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഒരാൾക്ക് 60 രൂപ നിരക്കിലാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻട്രിയിൽ തന്നെ ബേർഡ്സിൻ്റെ കുറച്ച് കളക്ഷനാണ് കേട്ടോ ഉള്ളത്. നമുക്കിതിനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണുക, നോക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വെറൈറ്റിയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഇതിലേക്ക് തിരിഞ്ഞു കേട്ടോ. ഇത് പിന്നെ ഒരു സംസാരിക്കുന്ന ഒരു പക്ഷിയാണ് കേട്ടോ. ഏതാ ഇനം എന്നൊന്നും എനിക്കറിയില്ല, എൻ്റെ പേര് പോലും എനിക്കറിയില്ല. അവിടെ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അതൊന്നും നമ്മൾ ചോദിച്ചില്ല. അപ്പോൾ അവരോട് ഇങ്ങനെ അത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണേ. അടുത്ത വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ ഈ പാമ്പാണ് കേട്ടോ. പൈത്തനാണ്. അത് നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ ഇനം എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് ഇത് നമുക്ക് കഴുത്തിലോ തലയിലോ എവിടെ വേണമെങ്കിലും ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം കേട്ടോ. പക്ഷെ നമ്മളെടുത്തില്ലേ, നമുക്കിതിനെ കാണുമ്പോൾ തന്നെ പേടിയാണ്. അപ്പോൾ അവിടെ കുറേ പേരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെടുത്ത് പുറത്ത് വെച്ചപ്പോഴുള്ള ഒരു വീഡിയോ ആണിത്. അവരിതിനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ രോമാഞ്ചിഫിക്കേഷൻ വരുന്നുണ്ടായിരുന്നു. അമ്മേ, അവിടെ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. പിന്നെ നമ്മളങ്ങ് ഉള്ളിലേക്ക് പോയി. അവിടെ പിന്നെ കടുവയും പുലിയും കുരങ്ങനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. വസുവിന് ഇതൊരു പുതിയ അനുഭവമാണ്. വസു ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്. ചില കുട്ടികൾ അവിടുന്ന് പേടിയെന്ന് പറഞ്ഞിട്ട് കരയുന്നൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ പേടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടുള്ളൊന്നും ഇല്ല. എന്നാലും ചെറിയ മക്കൾക്ക് പേടിയാവുമല്ലോ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് പിന്നെ നേരെ ഉള്ളിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞില്ലേ, വസുവിന് നല്ല അതിശയമുണ്ട് കേട്ടോ ഓരോന്നും കാണുമ്പോൾ. പക്ഷെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊന്നും നിന്ന് കാണിച്ചു കൊടുത്തിട്ടൊന്നുമില്ല, കാരണം നമ്മളുടെ പിറകെ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ, അവർക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ. അതിനുശേഷം പിന്നെ കുറേ സ്റ്റാളുകളാണ് കേട്ടോ ഉള്ളത്. നമ്മളുടെ ഡ്രസ്സിൻ്റെതും മരുന്നുകളുടേതും പഴയ ചോക്ലേറ്റുകളുടേതൊക്കെ. നമ്മൾ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ, കാരണം നമ്മളുടെ ഓർക്കാട്ടേരി ചന്തയൊക്കെ അപേക്ഷിച്ചിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയ കളക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ സ്റ്റോളുകളിൽ കുറച്ചധികം തന്നെ റേറ്റ് കൂടുതലായിരിക്കും, അതുകൊണ്ടൊന്നും വാങ്ങിച്ചില്ല. പിന്നെ കൂടെയുള്ളത് സാൻവിയൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഓള് പറഞ്ഞ എന്തോ 2 സാധനങ്ങൾ വാങ്ങിച്ച്, അധികം വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് നേരം കറങ്ങി തിരിഞ്ഞ് നമ്മൾ പിന്നെ അങ്ങ് വേറെ സ്ഥലത്തേക്ക് പോയി കേട്ടോ. ഫാൻസി ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ പെമ്പിള്ളേർ വിടൂല. അതുപോലെ തന്നെ വിക അവിടെ നിന്നിട്ടുണ്ട്. ഓൾ എന്തോ ഒരു ക്ലിപ്പെങ്ങാനും വാങ്ങിച്ച്. ബസ്സുവിന് ക്യാപ്പ് നോക്കി, പക്ഷേ റേറ്റ് കൂടുതലായത് കൊണ്ട് തന്നെ അവിടെ തന്നെ വെച്ച് നമ്മളിങ്ങോട്ട് പോന്നു. പിന്നെയുള്ളത് മറ്റ് മരുന്നുകളാണ്. പുൽത്തൈലം, പിന്നെ തലവേദനയുടെ മരുന്ന്, മുടി കൊഴിച്ചിലിൻ്റെ മരുന്ന്. അതൊന്നും പിന്നെ നമ്മൾ നോക്കിയിട്ടില്ല, കാരണം നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മളങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊന്നും എന്തായാലും വാങ്ങിക്കാറില്ല. പിന്നെ വലിയ തിരക്കില്ലായിരുന്നേ, കാരണം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളെങ്കിലും
വലിയ തിരക്കുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ പോയ സമയത്തൊന്നും ആൾക്കാർ വരുന്നൊരു സമയത്തില്ല. എന്തായാലും ഒരു സന്ധ്യ ആവുമല്ലോ ആൾക്കാരൊക്കെ വരാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ ഒരു കരിപ്പട്ടി കണ്ട് അത് വാങ്ങിക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും റേറ്റ് കൂടുതലായതുകൊണ്ട് അവിടെ തന്നെ വെച്ച്, അതുകൊണ്ട് അതും വാങ്ങിച്ചില്ല. ഓളെന്തോ ഒരു കവായി സ്റ്റിക്കറും കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ പിള്ളേരുടെ ഒരു കവായി സ്റ്റിക്കർ. പെൺപിള്ളേർ ഫാൻസി ഐറ്റംസിൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെ അമ്മമാർ ഈ പാത്രങ്ങളുടെ അടുത്തായിരിക്കുമല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഓരോന്ന് തപ്പിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ക്വാളിറ്റി കുറവായതുകൊണ്ട് തന്നെ നമ്മളവിടെ ഒന്നും എടുത്തില്ല. എന്തോ പാത്രം കഴുകുന്ന ഒരു സ്പോഞ്ചെങ്ങാൻ വാങ്ങിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ചോക്ലേറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ ലാലോട്ടൻ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ തിരിഞ്ഞു നടന്ന് നേരെ പോയി വീണ്ടും ഉള്ളിലേക്ക്. പിന്നെയുള്ളത് കുറച്ച് നമ്മളുടെ ചെടികളുടെയൊക്കെ കളക്ഷനാണ്. അവിടുന്ന് 2-3 ചെടികളുടെ റേറ്റ് ചോദിക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ആളെ കാണാനില്ല. അങ്ങനെ അവിടെ അധികം നേരം നിന്നില്ല. വീണ്ടും പോയി അതിനുള്ളിലേക്ക്. അവിടെയാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു മോശമായിട്ട് എനിക്ക് തോന്നിയത്, ഇവിടെയൊക്കെ പൂഴി പ്രദേശമാണ്. പക്ഷെ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത് ഭയങ്കര കല്ലും ഈ ബിൽഡിംഗ് ഒക്കെ പൊട്ടിച്ചിട്ട കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. മേ ബി കുട്ടികളൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് തെന്നി വീഴുകയോ അല്ലെങ്കിൽ നടക്കുമ്പോൾ വീഴുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുറിയുന്ന ഐറ്റംസ് ആണ് കേട്ടോ കൂടുതലായിട്ട് നിലത്തുള്ളത്. അതൊന്ന് സംഘാടകർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് ഗെയിമുകളാണ് കേട്ടോ. ഇത് പല പ്രാവശ്യം മോർക്കാട്ടിരുന്നൊക്കെ കളിച്ചിട്ടും ഒരു പ്രൈസും കിട്ടാതെ മടങ്ങി വന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ക്യാഷ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും കളിച്ചില്ല. ജസ്റ്റ് നമുക്കിതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങ് പോരാന്ന് വിചാരിച്ചു. എന്നെയും ഭവീച്ചിനെയും സംബന്ധിച്ചിടത്തോളം എനിക്ക് മൈഗ്രെയിനും ഭവീച്ചിക്ക് ബാലൻസ് കുറവും ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു പരിപാടികളിലും ഞങ്ങൾ പങ്കെടുക്കാറില്ലേ. എല്ലാവരെയും കാണുക, സന്തോഷിപ്പിക്കുക, ഇങ്ങ് പോരുക, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വികിയും സാൻവിയും കുറേ കളിച്ചു ആ ബ്രേക്ക് ഡാൻസിലൊന്ന് കയറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പേര് ബ്രേക്ക് ഡാൻസ് തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെയാണ് ഞങ്ങൾ പറയാറ്. പക്ഷേ അവരെ രണ്ടുപേരെയും ഒറ്റയ്ക്ക് വിടാൻ ഞങ്ങൾക്ക് അത്രക്ക് അങ്ങോട്ട് ധൈര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ പിള്ളേർ അതിൽ കയറ്റിയില്ല. അപ്പോൾ വസുവിന് ഭാഗമായിട്ടുള്ളതിൽ സാൻവിനെയും കയറ്റി. അപ്പോൾ സാൻവിൻ്റെ ഉള്ളിൽ ഇതൊക്കെ എനിക്ക് കയറേണ്ടതല്ലല്ലോ, ഇവന് കയറേണ്ടതല്ലേ, എനിക്ക് കുറച്ചുകൂടി വലുതല്ലേ കയറേണ്ടത് എന്നുള്ള ഭാവത്തിൽ, അവളൊരു പുച്ഛ ഭാവത്തിലാണ് കേട്ടോ അതിലിരിക്കുന്നത്. കുട്ടിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, കുട്ടി വലുതായല്ലോ, കണ്ടോ ഓളുടെ മുഖം കണ്ടോ, ഇത് ഞാൻ കയറേണ്ടതാണോ എന്നാണ് ഓൾ ചോദിക്കുന്നത്. അപ്പോൾ അയാൾ ഇങ്ങനെ കറക്കി വിടുന്നുണ്ട്. വസുവിൻ്റെ വിചാരമാണെങ്കിൽ വസു ആണ് ഇതൊക്കെ കറക്കി വിടുന്നത് എന്നുള്ളതാണ് കേട്ടോ. എനിക്കിത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. വസു നല്ല രീതിയിൽ സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ചിട്ട് ആ അച്ചച്ചൻ തിരിക്കുന്നതൊന്നും വസു കാണുന്നില്ല. വസു ആണ് ഇവരെയൊക്കെ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ഭാവമാണ് വസുവിന്. സാൻവിക്ക് മറ്റൊരു ഭാവവും. പിന്നെ സാൻവിൻ്റെ അടുത്ത ഊഴം ഈ തൊട്ടിലൊന്ന് കയറിയാലോ എന്നുള്ളതാണ്. ഈ തൊട്ടിലിൽ കയറാനാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന ഒരൊറ്റ പേടിത്തൊണ്ടന്മാർക്കോ ധൈര്യമില്ല, ഞാനടക്കം. ഞാൻ പറഞ്ഞല്ലോ എനിക്കിതിലൊക്കെ കയറിക്കഴിഞ്ഞാൽ അപ്പം ഛർദ്ദിക്കും. അതിൻ്റെ ബാക്കിയാണ് ഭവീജിക്ക്. അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് കണ്ട് പിന്നെയും പിള്ളേർ ഇങ്ങനെ കുറച്ചു നേരം കളിച്ച്. പിന്നെ സാൻവിക്ക് ഒരു സമാധാനമായത് ഇതിൽ കുറച്ചു നേരം കളിക്കാൻ പറ്റിയതാണ് കേട്ടോ. അങ്ങനെ അവളെ കുറച്ചു നേരം അതിൽ വിട്ട് വസുവിന് ആ സമയത്ത് പൈസ കൊടുക്കാണ്ട് തന്നെ അവിടെ നിർത്തിയിട്ട് ഒരു കാറിലും കുറച്ചു നേരം ഇരിപ്പിച്ച്. കാരണം അതൊന്നും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അധികം ഗെയിം ഐറ്റംസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വണ്ടികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു 3-4 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ ബൺമസ്ക അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പേര്. അത് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞ് വാങ്ങിച്ചു നോക്കാം. അപ്പോഴേ ലാലോട്ടൻ പറയുന്നുണ്ട് നിങ്ങളൊന്ന് വാങ്ങിച്ചാൽ മതി, തിന്നിട്ടില്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആവും എന്നുള്ളത്. അങ്ങനെ ഒന്ന് വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുത്തു. അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ വലിയ വാവ് എന്ന് പറയുന്ന ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഒന്നിലും നിർത്തി. വസു പിന്നെ ഐസ്ക്രീമിന് കരഞ്ഞതുകൊണ്ട് ഐസ്ക്രീം ഇല്ലാണ്ട് ആ ഒരു കോണ് മാത്രം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അത് വസു പിന്നെ എവിടെ പോയാലും ആ ഒരു കോണ് ഓൻ എങ്ങനെയെങ്കിലും ബഗീച്ച് വാങ്ങിച്ചു കൊടുക്കും. തണുപ്പായതുകൊണ്ടാണ് കേട്ടോ ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു കൊടുക്കാത്തത്. പിന്നെ സാൻവിൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ആണ് ഈ പൊട്ടറ്റോ. അപ്പോൾ ഓള് അത് വാങ്ങിച്ചു കൊണ്ടുവന്ന്. പാനിപ്പൂരി വാങ്ങിക്കാൻ വിക പോയി നിന്നെങ്കിലും അത് കിട്ടിയില്ല. പിന്നെ നമ്മളെന്തോ പൊരിച്ചതെന്തോ വാങ്ങിച്ചിട്ടുണ്ട്, മുളക് ബജിങ്ങ വാങ്ങിച്ചിട്ടുണ്ട്, അതും തിന്ന്. അതിനിടയിൽ നമ്മൾ പിന്നെ ഇറങ്ങുമ്പോഴാണ് ഇന്ദുവും പിള്ളറും ബബീഷണ്ണൊക്കെ വന്നത്. ഇവരിത് എവിടത്തേക്ക് ഇപ്പോൾ വരുന്നതാണേ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കുന്നു. ആ സമയത്താണ് അവിടെ തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി. എന്തായാലും രാത്രിയായില്ലേ, ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അമ്മക്കും അച്ഛനും ഒക്കെ നമ്മളുടെ കുളത്തിൻ്റെ അവിടെയുള്ള കുളം ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഈ വഴിയുള്ള യാത്ര നമുക്ക് കുറവായത് കൊണ്ട് തന്നെ അവരിത് കാണില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒന്ന്, ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്, അമ്മയും അച്ഛനൊന്നും അങ്ങനെ വരുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ഒന്ന് കാണിച്ചു കൊടുത്ത് എന്നാൽ പിന്നെ എന്തെങ്കിലും ഫുഡും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയ സ്റ്റാൻഡിലുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് എല്ലാവരും ഷവർമ്മ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അച്ഛനും ഗംഗാപ്പനും മസാല ദോശയും കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റിയും ഉണ്ട്, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും കഴിച്ച് ഞങ്ങളുടെ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ശരി, ബായ്.